അങ്ങനെ മാൾട്ടയിൽ വന്നിട്ട് അടുത്ത ഫൈൻ കിട്ടിയിരിക്കുകയാണ്. സംഗതി ചിരിച്ചു കളേണ്ട വിഷയമല്ല, പക്ഷേ ഇങ്ങനത്തെ ഫൈനുകളൊന്നും മേടിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിന്റ് കട്ടാവുന്ന വലിയ സിസ്റ്റംസ് ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. പക്ഷേ ഇവിടേക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ആയതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന് വെച്ചാൽ അല്ല, കാരണം ലൈസൻസ് ആയി വരുമ്പോൾ കട്ടാവും. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇന്നലെ ലോഡ് കയറ്റിയപ്പോൾ പറ്റിയ അബദ്ധം കേട്ടോ. അതായത് വണ്ടിക്ക് പുറത്തേക്ക് മുൻഭാഗത്തേക്ക് ഏകദേശം ഒരു 3-4 മീറ്റർ നീളത്തിൽ രണ്ട്, എന്താണിത്, ഏണിയാ അതുപോലത്തെ ഒരു സാധനം വെക്കേണ്ടി വന്നു. ലാഡർ ബീൻ എന്ന് പറയും. അത് ഇറ്റാലിയൻ ഭാഷയാണോ അതോ ഇംഗ്ലീഷാണോ എന്ന് എനിക്കറിയത്തില്ല. വണ്ടിക്കകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇത്രയും മുന്നോട്ടുണ്ട് ഈ സാധനം. ഇതൊരു ബസ്സിനെക്കാട്ടി അല്ലെങ്കിൽ ഒരു ട്രെയിലറിനെക്കാട്ടി ഹൈറ്റിലാണ് ഈ സാധനം ഉള്ളത്. സോ നമുക്ക് തുരങ്കത്തിൽ കൂടെ പോകുമ്പോൾ പ്രശ്നം, അവിടെ പ്രശ്നം, ഇതിന് ബസ്സിന് കൊണ്ട് കുത്താതെ നോക്കണം. അത് മാത്രമല്ല, ഇവിടെ വണ്ടികൾ ഓടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒട്ടുമുക്കാലും നമ്മൾ ഈ വലിയ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് പാസിലൊക്കെയാണ് പിന്നെ യു ടേൺ എടുക്കേണ്ടതും പിന്നെ എൽ ടേൺ എടുക്കേണ്ടതും അതുപോലെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കട്ട് കിടക്കുക. സോ ആദ്യം നമ്മൾ വണ്ടി ചെല്ലുന്നതിന് എത്രയോ മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 അടി മുമ്പ് ഈ സാധനം അവിടെ എത്തും. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് കിട്ടില്ലെങ്കിൽ പണി കിട്ടും. സോ അതാണ് അവസ്ഥ. പിന്നെ ഇത് ഞാൻ കയറ്റണം എന്ന് വിചാരിച്ച് കയറ്റിയതല്ല, ഒരു അബദ്ധവശാൽ കയറ്റി പോയതാണ്. കാരണം ആദ്യം ഇത്രയും നീളമുള്ളതും ഇല്ല, ഇതുണ്ട് ഇത്രയും ഈ ചെറിയ സാധനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറ്റി തുടങ്ങിയത്. പക്ഷേ ഈ സാധനം വന്ന് വണ്ടിക്കകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഓടിക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ലസൊന്നും ഇവിടുത്തെ പോലീസും അല്ലെങ്കിൽ വേറെ ആരും പിടിക്കില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ട് കൽപ്പിച്ച് എടുത്തു. കാരണം നാട്ടിൽ വലിയ തള്ളക്കല്ലായിരുന്നു, മരം വണ്ടി ഓടിക്കുക, ഇതാണ് ഡ്രിഫ്റ്റിങ്, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടുന്ന് മോശമാക്കല്ല. എന്തായാലും ഞാൻ വണ്ടി എടുത്തു. ഇന്നലെ സെൻറ്റ് ജൂലിയൻസ് വണ്ടി എടുത്ത് നമ്മുടെ പവള വരെ ഏകദേശം ഒരു 6-8 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, നൈസായിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇന്ന് രാവിലെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നത് ഇറക്കി വെക്കാൻ വേണ്ടി. പക്ഷേ വരുന്ന വഴിക്ക് എന്നെ ട്രാൻസ്പോർട്ട് മാൾട്ട പിടിച്ചു. അത് മറ്റൊരു വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. ട്രാൻസ്പോർട്ട് മാൾട്ട പിടിച്ചിട്ട് പറഞ്ഞു ഇത്രയും ലോങ് സാധനം കൊണ്ടുപോകാൻ പറ്റില്ല, ബോസിനെ വിളിച്ച് വരുത്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ, ഇതിപ്പോൾ ഞാനായിട്ട് കയറ്റിയൊന്നുമല്ല അതെന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. പുള്ളി ഫൈൻ അടിച്ചു തന്നു കേട്ടോ. ആ ഫൈനാണ് ഈ കാണുന്നത് കണ്ടോ, ട്രാൻസ്പോർട്ട് മാൾട്ട TM. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തു, എന്താ അറിയോ, ഞാൻ ഈ സാധനം മെല്ലെ ഓണറിൻ്റെ പെടലിൽ കിട്ടും. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ ഓർഡർ എടുത്ത് പറഞ്ഞാണ് ഇത് കേട്ടിരുന്നത്. പക്ഷേ അയാൾ കേട്ടില്ല, അതുകൊണ്ട് എൻ്റെ തലേന്ന് നിന്ന് ഒഴിവാക്കി തരണം, എനിക്ക് കാർഡ് പോകുമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. കാരണം നമുക്ക് നാട്ടിലായാലും മരമണ്ടിയൊക്കെ ഓടിച്ച പോലീസുകാരെ RTOനെ കണ്ട് ഒരുപാട് പരിചയമുള്ളതുകൊണ്ട് അവരുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഞാൻ തർക്കിക്കാനോ അവരുടെ അടുത്ത് കരയാനൊന്നും പോയില്ല. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവർ കാര്യം മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ശരി ഓണറുടെ പേരിലാക്കി തരാം എന്ന് പറഞ്ഞ് ഇത് ഓണറുടെ പേരിലിട്ടു. അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇല്ലീഗലാണ്. കാരണം നമ്മൾ ഓരോ വളവ് അടയ്ക്കുമ്പോഴെല്ലാം ചങ്ക് ഇടിക്കുകയാണ്. നമ്മൾ മരം വണ്ടി കൊണ്ടുപോകുന്നതിനെക്കാട്ടി സൂക്ഷിച്ച് വേണം ഇത് കൊണ്ടുപോകാൻ. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ വള്ളിക്കെട്ട് കേസാവും. അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ആവർത്തിക്കരുതെന്ന് അവർ താക്കീത് തന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇനി ഇങ്ങനെ ആവർത്തിക്കുകയില്ല. ഇങ്ങനെ സംഭവം സംഭവിച്ചപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ആർക്കറിയാം.